നമസ്കാരം. നമ്മളിൽ പലരും ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അല്ലേ? പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ചിലപ്പോൾ പ്രതീക്ഷിച്ചൊരു ഫലം കിട്ടാറില്ല. എന്തായിരിക്കും ഇതിന് കാരണം? ഒരുപക്ഷേ നമ്മൾ നോക്കുന്നത് തെറ്റായ സ്ഥലത്തായിരിക്കാം. ഇന്ന് നമ്മുടെ ആരോഗ്യത്തിന്റെ യഥാർത്ഥ അടിത്തറ എവിടെയാണെന്നും അതെങ്ങനെ ശാസ്ത്രീയമായി വീണ്ടെടുക്കാമെന്നും നമുക്ക് നോക്കാം. ഈയൊരു ചോദ്യം നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ജീവിതശൈലീ രോഗങ്ങൾ ഇത്രയധികം സാധാരണമാകുന്നത്? വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ഇതിന്റെ എല്ലാം ഉത്തരം നമ്മുടെ അടുക്കളയിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോ ഈ രോഗങ്ങളൊന്നും ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും വരുന്നതല്ല. ഇതിന്റെ എല്ലാം മൂലകാരണം ഒന്നു തന്നെയാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ, നമ്മുടെ കോശങ്ങളുടെ തലത്തിൽ വളരെ നിശബ്ദമായി തുടങ്ങുന്ന ഒരു ബാലൻസ് ഇല്ലായ്മ. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഏകദേശം 37 ലക്ഷം കോടി കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യമെന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ കോശങ്ങളുടെയും ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം. ഇതാണ് ആ പ്രശ്നത്തിന്റെ പ്രധാന കാരണം. നമ്മുടെ പൂർവികർ അവരുടെ ഭക്ഷണത്തില് ഒമേഗ-6ഉം ഒമേഗ-3യും തമ്മിലുള്ള അനുപാതം 1:1 ആയിരുന്നു. അതായത് പെർഫെക്റ്റ് ബാലൻസ്. ഇന്ന് സയൻസ് പറയുന്നത് ഒരു 3:1 ഒക്കെയാണ് നല്ലതെന്ന്. പക്ഷേ ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. നമ്മൾ കഴിക്കുന്ന ഈ പ്രോസസ്ഡ് ഫുഡ്, വെജിറ്റബിൾ ഓയിൽസ്, ഇതൊക്കെ കാരണം നമ്മുടെ ശരീരത്തിൽ ഇത് 15:1, ചിലപ്പോൾ 20:1 വരെ എത്തിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ മാറ്റമല്ല, നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു വലിയ അപകടം തന്നെയാണ്. അപ്പോൾ ഈ അപകടകരമായ അനുപാതം നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ ശരിക്കും എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു തരം സൈലന്റ് വാർ പോലെയാണ്. ഓരോ സെക്കൻഡിലും നമ്മുടെ ശരീരത്തിൽ ഇത് നടക്കുന്നുണ്ട്. നമ്മുടെ ഓരോ കോശത്തിനും പുറത്ത് ഒരു കവചമുണ്ട്. അതിനെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഒമേഗ-6ന്റെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഈ മെംബ്രെയിൻ കട്ടിയുള്ളതും ഉറപ്പുള്ളതുമായി മാറും. സാധാരണ ഒരു ഫ്ലെക്സിബിൾ ബലൂൺ പോലെ ഇരിക്കേണ്ട സാധനം ഒരു കട്ട പ്ലാസ്റ്റിക് പോലെയാകും. ഇനിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ സെൽ മെംബ്രെയിൻ ഇങ്ങനെ കട്ട പിടിച്ചു കഴിഞ്ഞാൽ നല്ല പോഷകങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. അതുപോലെ കോശത്തിനകത്തെന്ന മാലിന്യങ്ങൾക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? കോശങ്ങൾ ശരിക്കും ശ്വാസം മുട്ടും. ഇത് നമ്മുടെ ശരീരം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു തരം ഇൻഫ്ലമേഷന് അല്ലെങ്കിൽ നീർക്കെട്ടിന് കാരണമാകും. ഈ വ്യത്യാസം കണ്ടില്ലേ? വളരെ ക്ലിയറാണല്ലേ? ഇടതുവശത്ത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഉഷാറുള്ളൊരു കോശം, വലതുവശത്തോ പോഷകമൊന്നും കിട്ടാതെ മാലിന്യങ്ങൾ നിറഞ്ഞ് ഒരു പണിയുമെടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കോശം. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങൾ ഈ വലതുവശത്തുള്ള അവസ്ഥയിലാണെങ്കിലോ? അപ്പോ നമ്മുടെ കോശങ്ങളിൽ തുടങ്ങി ശരീരം മൊത്തം ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം? അവിടെയാണ് സിൻസീനോടെ സയന്റിഫിക് സൊല്യൂഷൻ വരുന്നത്. ഒരു സംശയം തോന്നാം. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഓൾറെഡി ഒമേഗ-3 സപ്ലിമെന്റ്സ് കഴിക്കുന്നവരായിരിക്കും. എന്നിട്ടും എന്താ വലിയ മാറ്റമൊന്നും കാണാത്തത്? അതിനൊരു പ്രധാന കാരണമുണ്ട്. ആ കാരണം ഇതാണ്: ഓക്സിഡേഷൻ. നമ്മളൊരു ആപ്പിൾ മുറിച്ചുവെച്ചാൽ അത് കറുത്തു പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഒമേഗ-3 പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒന്നാണ്. നമ്മൾ കഴിക്കുന്ന സാധാരണ ഒമേഗ-3 സപ്ലിമെന്റുകൾ നമ്മുടെ കോശങ്ങളിൽ എത്തുന്നതിനു മുന്നേ തന്നെ അതിന്റെ ഗുണം പോയിട്ടുണ്ടാകും. ഇവിടെയാണ് സിൻസീനോയുടെ ബ്രില്യൻസ്. അവർ ശുദ്ധമായ മീനെണ്ണയുടെ കൂടെ ഒരു പ്രത്യേകതരം ഒലീവിൽ നിന്നെടുക്കുന്ന പോളിഫെനോൾസ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ചേർക്കുന്നു. ഈ പോളിഫെനോൾസ് ഉണ്ടല്ലോ, അത് ഒമേഗ-3ക്ക് ഒരു ബോഡിഗാർഡിനെ പോലെയാണ്. ഒരു 24 മണിക്കൂറിലധികം അതിനെ ഓക്സിഡേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതോടെ ഒമേഗ-3 അതിന്റെ ഫുൾ പവറിൽ നമ്മുടെ കോശങ്ങളിലേക്ക് എത്തും. ഇതാണ് സിൻസീനോ ബാലൻസ് ഓയിൽ പ്ലസ്. നേരത്തെ പറഞ്ഞ പോലെ കട്ട പിടിച്ചുപോയ കോശസ്തരത്തെ വീണ്ടും വഴക്കമുള്ളതാക്കാനും ആ ഒമേഗ-6:3 അനുപാതം അപകടകരമായ അവസ്ഥയിൽ നിന്ന് തിരിച്ച് ആരോഗ്യകരമായ 3:1 എന്ന നിലയിലേക്ക് കൊണ്ടുവരാനും ഈ ഫോർമുല സഹായിക്കും. ഓക്കെ, അപ്പൊ കോശങ്ങളുടെ കാര്യം സെറ്റായി. പക്ഷെ അത് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്. ഇനി നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകാം, നമ്മുടെ ദഹനവ്യവസ്ഥയിലേക്ക്. കാരണം ശരിക്കുള്ള ആരോഗ്യമാണ് അവിടെയാണ് തുടങ്ങുന്നത്. ഈ നമ്പർ ഒന്ന് ശ്രദ്ധിക്കൂ: 70%. അതെ, നമ്മുടെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവിന്റെ, അതായത് ഇമ്മ്യൂണിറ്റിയുടെ 70% ഇരിക്കുന്നത് നമ്മുടെ കുടലിലാണ്. അപ്പോൾ കുടൽ ഹെൽത്തിയാണെങ്കിൽ നമ്മളും ഹെൽത്തിയായിരിക്കും. അത്ര സിമ്പിൾ. നമ്മുടെ കുടൽ എന്ന് പറയുന്നത് ഒരു വലിയ പൂന്തോട്ടം പോലെയാണ്. അവിടെ കോടിക്കണക്കിന് നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളുമുണ്ട്. ഈ പൂന്തോട്ടം നല്ലപോലെ നിൽക്കണമെങ്കിൽ അവിടുത്തെ നല്ല ബാക്ടീരിയകൾക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കണം.
ആ ഭക്ഷണത്തിന്റെ പേരാണ് പ്രീബയോട്ടിക് ഫൈബറുകൾ. അപ്പോ സിൻസിനോ ഹെൽത്ത് പ്രോട്ടോക്കോളിന്റെ രണ്ടാമത്തെ ഹീറോ ഇതാണ്, സിനോബയോട്ടിക് പ്ലസ്. ഇത് നമ്മുടെ കുടലിലെ ആ നല്ല കൂട്ടുകാർക്കു വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് ഫുഡാണ്. സിനോബയോട്ടിക് പ്ലസ് ഒരു സാധാരണ ഫൈബർ സപ്ലിമെന്റ് അല്ല കേട്ടോ. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ 8 തരം വ്യത്യസ്ത ഫൈബറുകളുണ്ട്. എന്തിനാണെന്നോ, നമ്മുടെ കുടലിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പല ഭാഗങ്ങളിലുള്ള പലതരം നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് ഈ മിക്സ്. ഇനി പറയാൻ പോകുന്നതാണ് സിൻസിനോയെ ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം ശരിക്കും വ്യത്യസ്തമാക്കുന്നത്. ഇത് വെറുതെ കുറച്ച് ഉൽപ്പന്നങ്ങൾ തരുന്നൊരു പരിപാടിയല്ല. ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് സ്വയം അളന്നു നോക്കാൻ പറ്റും. സിൻസിനോയുടെ ഫിലോസഫി ഇതാണ്: ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഊഹങ്ങൾ വേണ്ട. ആദ്യം ടെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ശരീരം ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. അതിനുവേണ്ടിയുള്ളതാണ് സിൻസിനോ ബാലൻസ് ടെസ്റ്റ്. ഇത് വളരെ സിമ്പിളാണ്. വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിന്ന് 1-2 തുള്ളി രക്തമെടുത്ത് ഈ ടെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഒമേഗ-6-3 അനുപാതം എത്രയുണ്ടെന്ന് കൃത്യമായി ഇതിലറിയാൻ പറ്റും. ഇതിന്റെ രീതി വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1 ഒരു ടെസ്റ്റ് എടുക്കുക, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കോർ അറിയുക. സ്റ്റെപ്പ് 2 120 ദിവസം, അതായത് ഒരു 4 മാസം സിൻസിനോ ഹെൽത്ത് പ്രോട്ടോകോൾ കറക്റ്റായി ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് 3 രണ്ടാമത്തെ ടെസ്റ്റ് എടുക്കുക, നിങ്ങളുടെ ശരീരത്തിലുണ്ടായ ആ ഒരു മാറ്റമുണ്ടല്ലോ അത് കണ്ട് സ്വയം ബോധ്യപ്പെടുക. ഒരു കാര്യം പറയാം, 95% ആളുകളും 120 ദിവസം കൊണ്ട് 3:1 എന്ന ആരോഗ്യകരമായ അനുപാതത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഊഹങ്ങൾ വേണ്ട. ടെസ്റ്റ് ചെയ്യുക, ശരിയായത് ചെയ്യുക, ഒരു അടിപൊളി ഹെൽത്തി ലൈഫ് ജീവിക്കുക. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കൺട്രോൾ ഇനി പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്.